ഹലോ ഹായ്. ഇന്ന് ട്രേഡൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്ന് വർക്കല വരെ പോയി കുറച്ച് മീൻ മേടിക്കാനായിട്ട്. ഇത് വർക്കല പുഴിക്കരയ്ക്ക് അടുത്താണ്. നമ്മളിവിടെ ലേലം വിളിച്ചാണ് മീൻ എടുക്കുക. ഞങ്ങളൊരു 3 പേര് ചേർന്നാണ് ലേലം വിളിച്ചത്. ഞങ്ങൾ പിടിച്ച മീനായി കാണുന്നത്. സോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാനായിട്ട് ഇറങ്ങിയപ്പോൾ അന്തരീക്ഷം പെട്ടെന്ന് മാറി. പെട്ടെന്ന് മഴയായി. ആ മഴക്കിടയിലും അവരവരുടെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. സോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ന് മാർക്കറ്റ് ഓപ്പണായി ഒരു ഫാള് കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ഇൻഡിക്കേറ്ററിൽ 2 ലെവലുണ്ടല്ലോ, എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നതാണ്. അതിൽ സ്വാഭാവികമായിട്ടും ലോവർ ലൈനിൽ ടാപ്പ് ആകുമ്പോൾ ഡിമാൻഡ് അറ്റാക്ക് ചെയ്യും. സോ നമ്മൾ കോൾ ഓപ്ഷൻ ഇടും. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുക. സോ നമ്മൾ ഒരിക്കലും അഗ്രസീവായിട്ട് ചാടിക്കറി ട്രേഡ് എടുക്കില്ല. ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്ത 2 ചെറിയ റെഡ് ലൈൻ കണ്ടോ, അതൊന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു ഫാളിന് ശേഷം മാർക്കറ്റിന് കൺസോളിഡേറ്റ് വരും അല്ലേ. അതിനുശേഷം അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പുൾ ബാക്കിലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. ഇതിന് കുറച്ച് ക്ഷമ വേണം. ഫോം ഹോൾഡറാക്കി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിപ്പീറ്റ് ട്രേഡ് എടുത്ത് ഓവർ ട്രേഡ് എടുത്ത് ബ്രോക്കറേജൊക്കെ നമ്മൾ കളയുന്നത്. സോ കുറച്ച് സമയം അവിടെ കിടന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്തു, പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. ഞാൻ സെക്കൻഡ് എൻട്രിക്ക് ഞാൻ ആ ലെവൽ നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്ത് നോക്കിക്കോ, 23,682. അതിന് മുകളിൽ പോയിട്ട് അതിലേക്കൊരു പുൾ ബാക്ക് ഇട്ടു. ഞാൻ സെക്കൻഡ് ഒരു എൻട്രിയും കൂടി എടുത്തു. സോ നമ്മളുടെ കോൾ സൈഡിലേക്കുള്ള ട്രേഡ് കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് എവിടെ പോയി, ബ്ലൂ ലൈൻ, മുകളിലുള്ള ബ്ലൂ ലൈൻ അതെന്തായിട്ടായിരിക്കും ആക്ട് ചെയ്യുക? ലോവറിലെ ബ്ലൂ ലൈൻ സപ്പോർട്ടാണെങ്കിൽ മുകളിൽ റെസിസ്റ്റൻസ് ആയിരിക്കും എന്നും പറഞ്ഞ് അവിടെ കയറി പുട്ട് ഓപ്ഷൻ ചാടിക്കറി ബൈ ചെയ്യൂ? ഒരിക്കലും ചെയ്യില്ല. അതൊരു സപ്ലൈ ആണെന്നേ ഉള്ളൂ. അവിടെ നമുക്കൊരു കൺഫർമേഷൻ വേണം. സോ ഞാനൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. താണ്ടേ എൻ്റെ എൻട്രി ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഞാൻ ആ എൻട്രി എടുത്തു. അത് പ്രോഫിറ്റും കിട്ടി. നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ എസ്സലായിട്ട് തോന്നാം. എസ്സലല്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ പ്രീമിയം ചാർട്ട് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രീമിയം ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയേ എൻട്രി കിട്ടിയത് എവിടെയാണെന്ന് നോക്ക്. 10 എസ് എൽ വെക്കുക പ്രീമിയത്തിൽ. നമുക്ക് എസ് എൽ അടിച്ചിട്ടില്ല. സോ നമ്മുടെ ഇന്നത്തെ ട്രേഡ്സ് നിങ്ങളെ കാണുന്നതാണ്.